സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻസ്റ്റന്റ് ദിൽഖുഷ്. ദിൽഖുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ മാവൊന്നും കുഴക്കുന്നില്ല, എന്നാൽ ദിൽഖുഷിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു നല്ലൊരു സ്നാക്ക്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എളുപ്പം നമുക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ബ്രെഡും തേങ്ങാ ചിരകിയതുമാണ്. ഞാനൊരു 1.5 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസും വേണം. ഇനി നമുക്ക് ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കാം. നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ലേ, ഈ തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അതൊരു 4 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. പല കളേഴ്സിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, 1/4 തൊട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ വാനില പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്ഡ് കാഷ്യൂ നട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയും നമുക്ക് വേണമെങ്കിൽ കുറച്ച് റീസൺസോ ഡേറ്റ്സ് അതൊക്കെ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് കൂട്ടാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കാം. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനിയും വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാൻഡ്വിച്ച് ബ്രെഡാണ്. നമ്മുടെ കയ്യിലുള്ളത് ചെറിയ സൈസിലുള്ള ബ്രെഡാണെങ്കിൽ, സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസാണ്. ചെറിയ ബ്രെഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം കേട്ടോ. 8 എണ്ണമൊക്കെ എടുക്കാം. ആ എഡ്ജസ് നല്ലതുപോലെ റിമൂവ് ചെയ്യണം കേട്ടോ. നമ്മളിത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഹാർഡായിട്ടുള്ള പോർഷൻ ഒട്ടും കാണരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റിൽ ഒരു 1/4 പോർഷൻ വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ബ്രെഡ് നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇതിലേക്ക് ഡിപ്പാകാവൂ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം ഫുള്ളങ്ങ് പിഴിഞ്ഞ് കളയുക. ഇതുപോലെ അങ്ങ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ആ വെള്ളം മുഴുവൻ അങ്ങ് കളയുക. അപ്പോൾ നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നമുക്ക് എത്രത്തോളം വേണോ അത്രയും വെക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെക്കുന്നുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിംഗ് ഞാൻ കുറച്ച് കൂടുതൽ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് അങ്ങ് ഇതുപോലെ അങ്ങ് റാപ്പ് ചെയ്യാം. എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം. ഇതിപ്പം ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. എഡ്ജസ് നമ്മൾ നന്നായിട്ട് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ നല്ലതുപോലെ ഒട്ടിയിരിക്കില്ല. അത് ഭയങ്കര ഹാർഡാണല്ലോ. എവിടെയെങ്കിലും ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 6 റോൾസാണ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഫില്ലിംഗ് കുറച്ച് ബാക്കിയുണ്ട്. അത് കുഴപ്പമില്ല. ഇത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് ഫില്ല് ചെയ്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനിയും ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഷാലോ ഫ്രൈ എന്ന് പറയുമ്പോൾ ഞാനിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ. നമ്മൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അതുപോലെ ഫ്ലെയിം ലോ ടു മീഡിയമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഈ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബ്രെഡ് പെട്ടെന്നാണ് കരിഞ്ഞു പോകുന്നത്. ഇതിൽ കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഇതുപോലെ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫില്ലിംഗ് ഒന്നും പുറത്തൊന്നും വരില്ല. ചെറിയ ക്രാക്സൊക്കെ നമ്മൾ റോൾ ചെയ്ത് കഴിയുമ്പം ഉണ്ടാവും. ഞാൻ സൈഡ്സും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് മതി ഇത് റെഡിയായി വരാൻ. അതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല മണമാണ്. ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാൻ. വലിയ സൈസ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. അതുപോലെ നിറച്ചും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല റിച്ചായിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ദിൽഖുഷിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. നമ്മൾ സിമ്പിളായിട്ടല്ലേ ഇത് ചെയ്തെടുത്തത്.
ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ആ ഫില്ലിംഗ് ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ആ ഒരു ക്രിസ്പിനെസ് കണ്ടോ? നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല പുറമേ നല്ല ക്രിസ്പിയും അകം സോഫ്റ്റും. ഇനി തണുത്ത് കഴിഞ്ഞാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.